ഹായ്, ബൊനാൻസ ഇംഗ്ലീഷ് അക്കാദമിയുടെ ഇനി നിങ്ങളും ഇംഗ്ലീഷ് സംസാരിക്കും എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇംഗ്ലീഷ് സംസാരിച്ച് തന്നെ ശീലിക്കണം. എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ വളരെ ഫ്രീ ആയി കഴിയുകയുള്ളൂ. തരുന്ന ക്ലാസ്സുകൾ നിങ്ങൾ എഴുതിയെടുക്കുക, അതുപോലെ തന്നെ വേഗത്തിൽ വായിക്കുക. എങ്കിൽ നിങ്ങൾക്കും നല്ലൊരു ഇംഗ്ലീഷ് സ്പീക്കറാകാൻ കഴിയും. നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുന്നതിന് വേണ്ടി ഇനി ഒരു നയ പൈസ മുടക്കേണ്ടത് ഇല്ല. മുൻ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കണ്ടാൽ വളരെ ഉപകാരപ്രദമായിരിക്കും. നമ്മളൊരു സ്ഥലത്തേക്ക് പോയി, അവിടെ ചെന്നപ്പോൾ ഭയങ്കര തണുവ്. നമ്മൾ എന്ത് കരുതിയിട്ടില്ല? അതിനുള്ള മുൻകരുതലുകൾ എടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ കൂട്ടുകാരനോട് പറയുന്നു, ഇറ്റ് ഈസ് സോ കൂൾ ഹിയർ. ഇവിടെ ഭയങ്കര തണവാണ്. ഐ ആം ഷിവറിങ്. ഞാൻ തണുത്ത് വിറക്കിനിട്ട് എനിക്ക് നിന്നുകൂടാ തണുവുകൊണ്ടേ. ഇറ്റ് ഈസ് സോ കൂൾ ഹിയർ. ഇവിടെ ഭയങ്കര തണവാണ്. ഐ ആം ഷിവറിങ്. ഞാൻ തണുത്ത് വിറയ്ക്കുകയാണ്. യു ആൾവേസ് എക്സാഗ്രേറ്റ്. നീ എപ്പോഴും നിസ്സാര കാര്യം ഊതിപ്പെരിപ്പിക്കും അല്ലേ? ഒരു സൂചി കിട്ടിയാൽ പറയും മാന കിട്ടിയെന്ന്. യു ആൾവേസ് എക്സാഗ്രേറ്റ്. നീ എപ്പോഴും ഇങ്ങനെ ഇല്ലാത്ത ചെറിയ കാര്യം ഇങ്ങനെ ഊതിപ്പെരിപ്പിച്ച് ഇങ്ങനെ കാണിക്കും. യു ആൾവേസ് എക്സാഗ്രേറ്റ്. നോ, ഇല്ലടാ, റിയലി ശരിക്കും തണുക്കുന്നുണ്ട് കേട്ടാ. ഐ ഡോണ്ട് സ്റ്റാൻഡ് ദ കൂൾ. എനിക്ക് ഈ തണുവ് അങ്ങോട്ട് താങ്ങാൻ പറ്റണില്ല. ഐ ഡോണ്ട് സ്റ്റാൻഡ് ദ കൂൾ. ഈ കൂൾ മാറ്റിയിട്ട് നമുക്ക് എന്താക്കാം? ഹോട്ടാക്കാം ട്ടാ. ഐ ഡോണ്ട് സ്റ്റാൻഡ് ദ കൂൾ. എനിക്ക് തണുവ് സഹിക്കാൻ കഴിയുന്നില്ല. നോ, റിയലി ഐ ഡോണ്ട് സ്റ്റാൻഡ് ദ കൂൾ. എനിക്ക് തണുവ് സഹിക്കാനായി കഴിയുന്നില്ല. അപ്പോൾ പറഞ്ഞു കൊടുക്കണം, യു ഷുഡ് വെയർ വുളൻ ക്ലോത്ത്സ്. യു ഷുഡ് വെയർ. നീ എന്ത് ധരിക്കണം? യു ഷുഡ് വെയർ. നീ ധരിച്ചേ പറ്റൂ. എന്ത്? വുളൻ ക്ലോത്ത്സ്. യു ഷുഡ് വെയർ വുളൻ ക്ലോത്ത്സ്. നീ എന്ത് ധരിക്കണം? രോമക്കുപ്പായം ധരിക്കണം അല്ലേ? രോമക്കുപ്പായം ധരിച്ചു കഴിഞ്ഞാൽ തണുവ് അറിയില്ല. അപ്പോൾ യു ഷുഡ് ചെയ്തേ പറ്റൂ. യു ഷുഡ് വെയർ വുളൻ ക്ലോത്ത്സ്. നീ കമ്പിളി പുതപ്പ് അല്ലെങ്കിൽ കമ്പിളിയുള്ള രോമത്തിൻ്റെ കുപ്പായം ധരിക്കുക. യു ഷുഡ് വെയർ വുളൻ ക്ലോത്ത്സ്. കട്ടിയുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. യെസ് യെസ് യു ആർ റൈറ്റ്. നീ പറഞ്ഞത് ശരിയാണ് കേട്ടോ. യെസ് യെസ് യു ആർ റൈറ്റ്. നീ പറഞ്ഞത് ശരിയാണ്. ഇറ്റ് ഈസ് സോ കൂൾ ഹിയർ. ഐ ആം ഷിവറിങ്. ഇവിടെ ഭയങ്കര തണുവാണ്. ഞാൻ തണുത്ത് വിറയ്ക്കുകയാണ്. ഇറ്റ് ഈസ് സോ കൂൾ ഹിയർ. ഐ ആം ഷിവറിങ്. യു ആൾവേസ് എക്സാഗ്രേറ്റ്. നീ എപ്പോഴും നിസ്സാര കാര്യം ഇങ്ങനെ ഊതിപ്പെരിപ്പിക്കും. യു ആൾവേസ് എക്സാഗ്രേറ്റ്. നോ, റിയലി ഐ ഡോണ്ട് സ്റ്റാൻഡ് ദ കൂൾ. നോ, എല്ലാന്നേ ശരിക്കും എനിക്ക് തണുവ് സഹിക്കുന്നില്ല. ഐ ഡോണ്ട് സ്റ്റാൻഡ് ദ കൂൾ. നോ, റിയലി ഐ ഡോണ്ട് സ്റ്റാൻഡ് ദ കൂൾ. എനിക്ക് തണുവ് സഹിക്കാനായിട്ട് പറ്റുന്നേ ഇല്ല. യു ഷുഡ് വെയർ വുളൻ ക്ലോത്ത്സ്. നീ എന്ത് ധരിക്കണം? വുളൻ വസ്ത്രങ്ങൾ ധരിച്ചേ പറ്റൂ. രോമക്കുപ്പായങ്ങൾ നിർബന്ധമായും ധരിച്ചേ പറ്റൂ. യു ഷുഡ് വെയർ വുളൻ ക്ലോത്ത്സ്. യെസ് യു ആർ റൈറ്റ്. അതെ, നീ പറഞ്ഞാണ് ശരി. യെസ് യു ആർ റൈറ്റ്. നമ്മളൊരു കല്യാണത്തിന് പോകുമ്പോൾ ചോദിക്കും, ആരൊക്കെയാണ് കല്യാണത്തിന് പോകുന്നത് അല്ലേ? സ്വാഭാവികമാണ്. അതിലിപ്പോൾ ഒരു പരിപാടി ഉണ്ട്, ആരൊക്കെയാണ് പോകുന്നത്? അതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷ് ചോദിക്കാം? ഇവിടെ കല്യാണമാണ് പറയുന്നത്. ഇൻ കണക്ഷൻ വിത്ത് ദ മാരേജ്. എന്താണ് ഇൻ കണക്ഷൻ വിത്ത്? അതിനോടനുബന്ധിച്ച്. അപ്പോൾ വിഷു ചേർക്കാം, ഓണം ചേർക്കാം, മാരേജ് ചേർക്കാം, റെറ്റുവെൽ, അങ്ങനെ ഇഷ്ടംപോലെ നമുക്ക് ചേർക്കാം. ഇൻ കണക്ഷൻ വിത്ത് ദ മാരേജ്. കല്യാണത്തിനോടനുബന്ധിച്ച്. ഹൂ ആർ ഓൾ ഗോയിങ് ദെയർ. ആരൊക്കെയാണ് അവിടേക്ക് പോകുന്നത്? ഹൂ ആർ ഓൾ ഗോയിങ് ദെയർ. ആരൊക്കെയാണ് അവിടേക്ക് പോകുന്നത്? ഇൻ കണക്ഷൻ വിത്ത് ദ മാരേജ്. കല്യാണത്തിനോടനുബന്ധിച്ച് ഹൂ ആർ ഓൾ ഗോയിങ് ദെയർ. ആരൊക്കെയാണ് അവിടേക്ക് പോകുന്നത്? എന്ത് കൊടുത്തു മറുപടി? ഓൺലി മീ. ഞാൻ മാത്രമേ പോണുള്ളൂ. ഞാൻ മാത്രമേ പോണുള്ളൂ. വാട്ട് അബൌട്ട് അതേഴ്സ്. അപ്പം മറ്റുള്ളവരൊക്കെയോ? വാട്ട് അബൌട്ട് അതേഴ്സ്. മറ്റുള്ളവരൊക്കെയോ? ദേ ഹാവ് അനദർ മാരേജ്. അവർക്ക് മറ്റൊരു കല്യാണം ഉണ്ട്. ദേ ഹാവ് അനദർ മാരേജ്. അപ്പോൾ എന്ത് പറയുന്നു? ഓക്കെ ദെൻ ബൈ. ഇവിടെ പറയുന്നത് ഓക്കെ ദെൻ ബൈ. ബൈ. ഇൻ കണക്ഷൻ വിത്ത് ദ മാരേജ് ഹൂ ആർ ഓൾ ഗോയിങ് ദർ.
കല്യാണത്തിനോടനുബന്ധിച്ച് ആരൊക്കെയാണ് പോകുന്നത്? ഇൻ കണക്ഷൻ വിത്ത് ദ മാരേജ് ഹു ആർ ഓൾ ഗോയിങ് ദെയർ? ഓൺലി മീ, ഞാൻ മാത്രമേ പോകുന്നുള്ളൂ. ഓൺലി മീ. വാട്ട് അബൌട്ട് അതേഴ്സ്? അപ്പം മറ്റുള്ളവരോ? വാട്ട് അബൌട്ട് അതേഴ്സ്? ദേ ഹാവ് അനദർ മാരേജ്, അവർക്ക് മറ്റൊരു കല്യാണമുണ്ട്. ദേ ഹാവ് അനദർ മാരേജ്. ഓക്കെ ദെൻ ബൈ, വിട പറയുന്നു. ബൈ. നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ടീച്ചർമാരോട് ചോദിക്കും, നാളെ ക്ലാസ് ഉണ്ടോ, നാളെ മുടക്കുണ്ടോ, അല്ലേ, പഠിപ്പുണ്ടോ, എന്നൊക്കെ ഒരു ഭയങ്കര ആകാംക്ഷയാണ് നമുക്ക്. അതുപോലെ ഒരു സംഭാഷണം വരുന്നത്. എക്സ്ക്യൂസ് മീ സർ, എക്സ്ക്യൂസ് മീ സാർ. ഒരു കാര്യം ആവശ്യപ്പെടുമ്പോൾ നമ്മൾ എന്ത് വേണം? എക്സ്ക്യൂസ് മീ ഉപയോഗിക്കണം, അല്ലേ? എക്സ്ക്യൂസ് മീ സാർ. അപ്പോൾ സാറ് പറയുന്നു, യെസ് വാട്ട് ഈസ് ദ മാറ്റർ? യെസ് വാട്ട് ഈസ് ദ മാറ്റർ? എന്താണോ കാര്യം? യെസ് വാട്ട് ഈസ് ദ മാറ്റർ? എന്താണ് കാര്യം? അപ്പോൾ ചോദിക്കുന്നത്, സർ ഈസ് ദർ ക്ലാസ് ടുമാറോ? ഈസ് ദർ ക്ലാസ് ടുമാറോ? നാളെ ക്ലാസ് ഉണ്ടോ? ഈസ് ദർ ക്ലാസ് ടുമാറോ? അപ്പോൾ സാർ എന്ന് പറയുന്നു, നോ ടുമാറോ ഈസ് ആൻ ഓഫ് ഡേ. നാളെ മുടക്കണം. ടുമാറോ ഈസ് ആൻ ഓഫ് ഡേ, നാളെ മുടക്കണം. താങ്ക് യു സാർ. സന്തോഷമായിട്ടുണ്ടാവും അല്ലേ മുടക്കായാൽ? താങ്ക് യു സാർ. അപ്പോൾ സാർ എന്ത് പറയും? ഇറ്റ്സ് ഓൾ റൈറ്റ്. ഓക്കെ, ഇറ്റ്സ് ഓൾ റൈറ്റ്. ഓക്കെ ശരി. എക്സ്ക്യൂസ് മീ സാർ. ക്ഷമിച്ചാലും സാർ. എക്സ്ക്യൂസ് മീ സാർ. യെസ് വാട്ട് ഈസ് ദ മാറ്റർ? അതെ, എന്താ കാര്യം? യെസ് വാട്ട്സ് ദ മാറ്റർ? ഈസ് ദർ ക്ലാസ് ടുമാറോ? നാളെ പഠിപ്പ് ഉണ്ടോ? ഈസ് ദർ ക്ലാസ് ടുമാറോ? നോ ടുമാറോ ഈസ് ആൻ ഓഫ് ഡേ. നാളെ മുടക്ക ദിവസമാണ്. നോ ടുമാറോ ഈസ് ആൻ ഓഫ് ഡേ. താങ്ക് യു സാർ. നന്ദി സാറേ. താങ്ക് യു സാർ. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഇറ്റ്സ് ഓൾ റൈറ്റ്. എങ്കിൽ ശരി. നമ്മൾ സ്ഥലങ്ങൾ സന്ദർശിക്കാറുണ്ട്. അപ്പോൾ കൂട്ടുകാരോട് ചോദിക്കുന്നത്, നീ എവിടെ പോയിട്ടുണ്ടോ, എവിടെ പോയിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുമല്ലോ. അതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ ചോദിക്കാം? എവർ ബീൻ ടു കോവളം. എവർ ബീൻ ടു കോവളം. തിരുവനന്തപുരത്താണ് കോവളം സ്ഥിതി ചെയ്യുന്നത്. എവർ ബീൻ ടു കോവളം. നീ എപ്പോഴെങ്കിലും കോവളത്ത് പോയിട്ടുണ്ടോ? നോ നോട്ട് യെറ്റ്. ഇല്ല, ഇതുവരെ പോയിട്ടില്ല. വാട്ട് അബൌട്ട് യു? നിങ്ങളോ? നോ നോട്ട് യെറ്റ്. ഇല്ല, ഇതുവരെ ഇല്ല. വാട്ട് അബൌട്ട് യു? നിങ്ങളോ? അപ്പോൾ എന്ത് മറുപടി കൊടുക്കുന്നു? ജസ്റ്റ് വൺസ്. ഒരിക്കൽ പോയിട്ടുണ്ട് കേട്ടോ. വാട്ട് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. എന്തൊരു മനോഹരമായ സ്ഥലമാണ്. വാട്ട് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. എന്തൊരു വാട്ടേ, അവിടെ അത്ഭുതം കാണിക്കുന്നു. വാട്ട് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. എന്തൊരു മനോഹരമായ സ്ഥലം. ജസ്റ്റ് വൺസ്, ഒരിക്കൽ പോയിട്ടുണ്ട്. വാട്ട് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. ബൈ ദ വേ, അതിരിക്കട്ടെ. വാട്ട് അബൌട്ട് കൊച്ചി? അതിരിക്കട്ടെ, നീ കൊച്ചിയിൽ പോയിട്ടുണ്ടോ? ബൈ ദ വേ, അതിരിക്കട്ടെ. വാട്ട് അബൌട്ട് കൊച്ചി? നീ കൊച്ചിയിൽ പോയിട്ടുണ്ടോ? നോട്ട് യെറ്റ് വിസിറ്റഡ്. നോട്ട് യെറ്റ് വിസിറ്റഡ്. ഇതുവരെ പോയിട്ടില്ല കേട്ടാ. ദെൻ ലെറ്റ്സ് ഗോ ദെയർ നെക്സ്റ്റ് മന്ത്. എങ്കിൽ നമുക്ക് അടുത്ത മാസം പോകാം. ദെൻ ലെറ്റ്സ് ഗോ ദെയർ നെക്സ്റ്റ് മന്ത്. നമുക്ക് അടുത്ത മാസം പോകാം. ഓക്കെ ലെറ്റ്സ്. എങ്കിലും പോകാന്നേ. ഓക്കെ ലെറ്റ്സ് പോകാം. എവർ ബീൻ ടു കോവളം. കോവളത്ത് എപ്പോഴെങ്കിലും പോയിട്ടുണ്ടോ? എവർ ബീൻ ടു കോവളം. നോ നോട്ട് യെറ്റ്. ഇല്ല, ഇതുവരെ ഇല്ല. വാട്ട് അബൌട്ട് യു? നിങ്ങളോ? നോ നോട്ട് യെറ്റ്. വാട്ട് അബൌട്ട് യു? നിങ്ങളോ? ജസ്റ്റ് വൺസ്. ഒരിക്കൽ പോയിട്ടുണ്ട്. വാട്ട് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. എന്തൊരു മനോഹരമായ സ്ഥലം. ജസ്റ്റ് വൺസ്. വാട്ട് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. ബൈ ദ വേ, അതിരിക്കട്ടെ. വാട്ട് അബൌട്ട് കൊച്ചി? കൊച്ചി എങ്ങനെ ഉണ്ടാവോ? ബൈ ദ വേ, വാട്ട് അബൌട്ട് കൊച്ചി? നോട്ട് യെറ്റ് വിസിറ്റഡ്. നോട്ട് യെറ്റ് വിസിറ്റഡ്. ഇതുവരെ പോയിട്ടില്ല. നോട്ട് യെറ്റ് വിസിറ്റഡ്. ദെൻ ലെറ്റ്സ് ഗോ ദെയർ നെക്സ്റ്റ് മന്ത്. എങ്കിൽ നമുക്ക് അടുത്ത മാസം പോകാം. ദെൻ ലെറ്റ്സ് ഗോ ദെയർ നെക്സ്റ്റ് മന്ത്. ഓക്കെ ലെറ്റ്സ്. എങ്കിൽ പോകാം. രണ്ട് സുഹൃത്തുക്കൾ തമ്മിലുള്ള സംഭാഷണം ഭക്ഷണം കഴിക്കുന്നതിനെ കുറിച്ചുള്ളതാണ്. വെൽ, അതെ. വാട്ട് വുഡ് യു ലൈക്ക് ടു ഹാവ്? നിനക്ക് എന്ത് കഴിക്കാനാണ് താല്പര്യം? വാട്ട് വുഡ് യു ലൈക്ക് ടു ഹാവ്? നിനക്ക് എന്ത് കഴിക്കാനാണ് താല്പര്യം? യെസ് ഐ ലൈക്ക് CB. എനിക്ക് ചിക്കൻ ബിരിയാണിയുടെ ഷോർട്ടാണ് CB കേട്ടോ.
ഐ ലൈക്ക് സി ബി. എനിക്ക് ചിക്കൻ ബിരിയാണിയാണ് ഇഷ്ടം. ചിക്കൻ ബിരിയാണിയുടെ ഷോർട്ടാണ് സി ബി. ലോക്കലൊക്കെ അങ്ങനെ പറയാറ്. സി ബി, ബി ബി ബീഫ് ബിരിയാണി, ഇ ബി എഗ് ബിരിയാണി. അപ്പോൾ യെസ് ഐ ലൈക്ക് സി ബി. എനിക്ക് ചിക്കൻ ബിരിയാണിയാണ് ഇഷ്ടം. വാട്ട് അബൌട്ട് യു? നിനക്കോ? നിനക്കോ എന്ന് എങ്ങനെ ചോദിച്ചു? വാട്ട് അബൌട്ട് യു? നിനക്കോ? മീ ടു. നിന്നെ പോലത്തെ എനിക്കും. മീ ടു മീൻസ് നിന്നെ പോലെ തന്നെ എനിക്കും ചിക്കൻ ബിരിയാണിയാണ് ഇഷ്ടം. മീ ടു നിന്നെ പോലെ തന്നെ എനിക്കും. ഇഫ് സോ ലെറ്റ്സ് ഹാവ്. ഇഫ് സോ എന്ന് വെച്ചാൽ അങ്ങനെയാണെങ്കിൽ. ഇഫ് സോ ലെറ്റ്സ് ഹാവ് എങ്കിൽ നമുക്ക് പോയി കഴിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പോയിട്ട് കഴിക്കാം. ഇഫ് സോ ലെറ്റ്സ് ഹാവ് അങ്ങനെയാണെങ്കിൽ നമുക്ക് കഴിക്കാം. അപ്പോൾ ചോദിക്കുന്ന ഒരു ഹോട്ടലിൻ്റെ പേര് ഞാൻ എക്സ് എന്നാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. വാട്ട് അബൌട്ട് ഹോട്ടൽ എക്സ്? വാട്ട് അബൌട്ട് ഹോട്ടൽ എക്സ്? എങ്ങനെയുണ്ട് ഹോട്ടൽ എക്സ്? ഓ ദാറ്റ് ഈസ് എ സ്ലീസി ഹോട്ടൽ. അതൊരു വൃത്തികെട്ട ഭക്ഷണശാലിനി. ദാറ്റ് ഈസ് എ സ്ലീസി ഹോട്ടൽ. അതൊരു വൃത്തികെട്ട ഭക്ഷണശാലയാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഹെൽത്തായി പിടിക്കുന്നുണ്ടാവും പഴയ ഭക്ഷണം വെച്ച് കൊടുത്തിട്ടേ. ദാറ്റ് ഈസ് എ സ്ലീസി ഹോട്ടൽ. അതൊരു വൃത്തികെട്ട ഭക്ഷണശാലയാണ്. റിയലി? അതെയോ? യെസ് റിയലി. അതേന്നേ. യെസ് റിയലി. അതെ അതെ, അത് വൃത്തികെട്ട ഭക്ഷണശാല തന്നെയാണ്. വെൽ വാട്ട് വുഡ് യു ലൈക്ക് ടു ഹാവ്? അതെ, നിനക്ക് എന്ത് കഴിക്കാനാണ് താല്പര്യം? വെൽ വാട്ട് വുഡ് യു ലൈക്ക് ടു ഹാവ്? യെസ് ഐ ലൈക്ക് സി ബി. വാട്ട് അബൌട്ട് യു? എനിക്ക് ചിക്കൻ ബിരിയാണിയാണ് ഇഷ്ടം. വാട്ട് അബൌട്ട് യു? നിങ്ങൾക്കോ? യെസ് ഐ ലൈക്ക് സി ബി. വാട്ട് അബൌട്ട് യു? മീ ടു. നിന്നെ പോലെ തന്നെ ഞാനും. മീ ടു. നിന്നെപ്പോലെ തന്നെ എനിക്കും ഇഷ്ടം തന്നെയാണ്. ഇഫ് സോ ലെറ്റ്സ് ഹാവ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? പോയിട്ട് കഴിക്കാം. ഇഫ് സോ ലെറ്റ്സ് ഹാവ്. വാട്ട് അബൌട്ട് ഹോട്ടൽ എക്സ്? ഹോട്ടൽ എക്സ് എങ്ങനെയുണ്ട്? നമ്മുടെ ടൗണിലൊക്കെ ഇഷ്ടംപോലെ ഹോട്ടലുകളുണ്ട് പല പേരിലായിട്ട്. ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു എക്സ് എന്നാണ് പേരിട്ട് കൊടുക്കുന്നത്, ആർക്കൊരു വിഷമമില്ലാണ്ടിരിക്കാൻ. വാട്ട് അബൌട്ട് ഹോട്ടൽ എക്സ്? ഹോട്ടൽ എക്സ് എങ്ങനെയുണ്ട്? വാട്ട് അബൌട്ട് ഹോട്ടൽ എക്സ്? ദാറ്റ് ഈസ് എ സ്ലീസി ഹോട്ടൽ. അതൊരു വൃത്തികെട്ട ഭക്ഷണശാലയാണ്. ദാറ്റ്സ് എ സ്ലീസി ഹോട്ടൽ. റിയലി? അതെയോ? റിയലി? യെസ് റിയലി. അതെ അതെ, യെസ് റിയലി. തീർച്ചയായും അതൊരു വൃത്തികെട്ട ഭക്ഷണശാലയാണ്. പിന്നെ നമ്മൾ പോയി കഴിക്കുമോ? ഇല്ല. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ തരിക. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തിയാൽ 1 മുതലുള്ള ക്ലാസ്സുകൾ ലഭിക്കുന്നതാണ്. അടുത്ത ക്ലാസ്സിൽ ഇംഗ്ലീഷിലെ മറ്റൊരു വിശേഷവുമായി വരുന്നതുവരെ ബൈ.